നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ എളുപ്പം ചെയ്യാൻ പറ്റിയ ബീഫ് ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സോ വെൽക്കം ടു വിഹാൻസ് റെസിപ്പീസ്. നമ്മളിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ചൂടായി കുക്കർ വന്നപ്പോഴത്തേക്കും ഓയിൽ ആഡ് ചെയ്തു, അതിലേക്ക് ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുത്തു, സിനമൺ സ്റ്റിക്ക്, അതോടൊപ്പം കാടമം, ക്ലൗസ്. ഇനിയും ഇത് ലോ ഫ്ലെയിമിൽ സ്ലോ ആയിട്ട് ഒന്ന് റോസ്റ്റഡ് ആയിട്ട് വരണം. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് ബിഗ് ഓനിയൻ, അതായത് നമ്മുടെ സവോളയാണ് ചേർത്ത് കൊടുത്തത്, അതോടൊപ്പം ഗ്രീൻ ചില്ലി, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഇത്തിരി സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ എമൗണ്ടും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പം ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല കാരമലൈസ്ഡ് ആയിട്ട് വരണം നമ്മുടെ ഒനിയൻസ്. സോ അതിലേക്ക് 2 പിഞ്ച് ഷുഗറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഈ സമയമാകുമ്പോഴാണ് നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്ലീൻ ചെയ്ത ബീഫ് ചേർത്ത് കൊടുത്തു. ഈ കാരമലൈസ് ചെയ്തെടുക്കുന്ന ടൈം മാത്രമേ ഇതിന് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. വളരെ വേഗം തന്നെ ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, പിന്നെ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക്, അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇത്തിരി ടർമറിക് പൗഡറും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ സ്ലോ ആയിട്ട് ഫ്ലെയിം ഇട്ടിട്ട് വേണം ചെയ്യാൻ. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് സോൾട്ട്. സോ നമ്മളുടെ ബീഫിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും ഇവിടെ കഴിയുകയാണ്. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നു. കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനെയും കുറച്ചുകൂടെ തിക്കാക്കണമെങ്കിൽ അങ്ങനെയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻസ്.